പ്രക്രിയയാണ്. ഒരു പാവപ്പെട്ടവൻ ചികിത്സക്ക് പണമില്ലാതെയും അനാഥരായ യതീം മക്കളെ വരെ കാണാതെ, മയ്യഴിൽ വീട് ചോർന്നലിക്കുന്ന കാണാതെ, പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാതെ, പഠനത്തിന് പണം കണ്ടെത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നത് കാണാതെ, വിവാഹം കഴിപ്പിച്ചുകൊടുക്കുവാൻ പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന രക്ഷിതാക്കളെ കാണാതെ, അറിവ് പറഞ്ഞുകൊടുക്കുന്ന അധ്യാപകരുടെ അവസ്ഥയെ നോക്കാതെ, നിങ്ങൾ നിങ്ങളുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങളോട് പള്ളി പുതുക്കി പണിയാനോ പള്ളിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നു പഠിപ്പിച്ച ആഡംബരത്തിന്റെ ഒരു സാധനവും അല്ലാഹുവിന്റെ വീട് എന്നു പറഞ്ഞുണ്ടാകുന്ന നിങ്ങൾ കാണിച്ചു കൂടുന്ന ഹറാമുകൾക്ക് നാളെ ശക്തമായ നരകം നിങ്ങൾക്കുണ്ടാക്കും എന്നും അത് കണ്ടു നിൽക്കുന്നവർക്കും ഉണ്ടാകും എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളും ഇവരെ പോലെ നരകത്തിലേക്ക് എത്താതിരിക്കട്ടെ. ഇതിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ ഇവർക്ക് പണം കൊടുക്കാതെ പണമില്ല എന്നു പറഞ്ഞു മടക്കുക. ഹലാലായ പണമാണെങ്കിൽ മാത്രം ആ പണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ വിനിയോഗിക്കുക. ആ പണം ഒരു പാവപ്പെട്ടവന്റെ ചികിത്സക്ക്, അനാഥരായ യതീം മക്കൾക്ക്, മയ്യഴിൽ വീട് ചോർന്നലിക്കുന്നവർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക്, പഠനത്തിന് പണം കണ്ടെത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവർക്ക്, വിവാഹം കഴിപ്പിച്ചുകൊടുക്കുവാൻ പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന രക്ഷിതാക്കൾക്ക്, അറിവു പറഞ്ഞുകൊടുക്കുന്ന ബുദ്ധിമുട്ടുന്ന അധ്യാപകർക്ക് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആ പണം എത്തിക്കുക എന്ന് മുഹമ്മദിന്റെ ഡയറിയിൽ നിന്ന് കുറച്ചുഭാഗം. ഇത് നിങ്ങൾ നിങ്ങളുടെ മലയാളം അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇതിൽ വരുന്ന എല്ലാ അറിവും ഓരോ വീഡിയോയും ഒന്നിന്റെ തുടർച്ച പോലെയായിരിക്കും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാം പരിപൂർണമായി ശരിയാണ് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പണ്ഡിതനോട് ചോദിച്ച് ഉറപ്പുവരുത്തി ഷെയർ ചെയ്തു കൊടുത്താൽ മതി. നിങ്ങളിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുക. തെറ്റില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക.